വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടപ്പോൾ തന്നെ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതിനകത്ത് സി എത്ര പേരാ വണ്ടിയുടെ മേളിലേക്ക് കയറിയിരുന്ന ഫോട്ടോ എടുക്കുന്നത്. മഹീന്ദ്ര താർ ജീപ്പിനകത്ത് നമ്മൾ വന്നേക്കുന്നത് ഭയങ്കര രസമുണ്ട് കാണാൻ. ആക്ച്വലി ഫ്രണ്ടില് പ്രിൻസേജ ആയിരിക്കുന്നത്. ആ താർ ജീപ്പിനകത്ത് മാപ്പ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞ മാപ്സ് ഉണ്ട്. പ്രിൻസസ് ഐഫോൺ ആക്ച്വലി താർ ജീപ്പിനെ പറ്റി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ജീപ്പാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളിൽ വേറെ ജീപ്പൊക്കെ ഉണ്ടായിരുന്നു, മോഡിഫൈ ചെയ്ത പഴയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോഡിഫൈ ചെയ്ത പഴയ വണ്ടികൾ എടുക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് ചിലവ് ഭയങ്കരമായിരിക്കും. താർ ജീപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട്, നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഓടിക്കാൻ വേണ്ടി ഒന്ന് ഓഫ് റോഡിങ്ങിലും പോകാം. ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക് ടൈപ്പ് ജീപ്പ് ടൈപ്പ് സ്ട്രെയിറ്റ് ഡ്രൈവിംഗ് പൊസിഷനാണ്. ഫുൾ ബോണറ്റ് കാണാൻ പറ്റുന്നുണ്ട്. തെന്മല പോയി, പിന്നെ കുട്ടനാട്, വേറെ എവിടെയൊക്കെ പോയി, ഓരോ ട്രിപ്പാ അല്ലേ. നമ്മൾ എവിടെ കൊണ്ട് പാർക്ക് ചെയ്താലും ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കും. സോ നിങ്ങൾ മെർസിഡീസ് ബെൻസ് മേടിച്ചിട്ടാലും അങ്ങനെ ആരും ഫോട്ടോ എടുക്കാൻ വരുന്നില്ല. പക്ഷെ ജീപ്പ് കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഫോട്ടോ എടുക്കും. ഭയങ്കര ഒരു അട്രാക്ഷൻ ആണ്. വർത്ത് സ്പെൻഡിങ് 8 or 10 lakhs ഫോർ എ ജീപ്പ് ദാൻ സ്പെൻഡിങ് 40 or 50 or 1 crore ഫോർ എ മെർസിഡീസ് ബെൻസ്. വളരെ റഗ്ഗഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്റെ റിവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ഞാനത് റിവ്യൂ അല്ല പറയുന്നത്, വാട്ട് ഐ ഫീൽ അബൌട്ട് ദ ജീപ്പ് ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. CRDE Thar engine is Maximile FIO എന്നാണ്, Maximile Elite. ഫുൾ ബോണറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ബോണറ്റിന് പുറത്തൊരു ബാഗ് ഇരിപ്പുണ്ട്. ഇവർ ഫോട്ടോഷൂട്ട് നടത്തുവാണ് എല്ലാവരും കൂടെ ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട്. ഹ്യൂജ് ക്രൗഡ് പുള്ളറാണ്. സോ ബിക്കോസ് ഇങ്ങനത്തെ വണ്ടികൾ കോമൺ ആണ് റോഡ്സിൽ. സോ ഇത് റോഡ്സിൽ വരുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദി മഹീന്ദ്ര താർ. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും 4-wheel ഡ്രൈവിന് പോകണമെങ്കിൽ. അല്ലാതെ നോർമലായിട്ട് പോകുമ്പോഴത്തേക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ട്രാൻസ്മിഷൻ ആണ്, മാനുവൽ 4-wheel ഡ്രൈവ് സിസ്റ്റം ആണ്. പ്രിറ്റി ബേസിക് ആണ്. ബേസിക് വിത്ത് ലിറ്റിൽ ബിറ്റ് ക്രോം ഉണ്ട് ഇതിനകത്ത്. ജസ്റ്റ് ഒരു പ്രീമിയം ഫീൽ, സ്ലൈറ്റ് പ്രീമിയം ഫീൽ നൽകാൻ വേണ്ടി ക്രോം ഇതിൽ ചെയ്തിരിക്കുന്നത്. ഡയൽസിന്റെ ലൈറ്റിംഗും വളരെ ക്ലിയർ ആണ്, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. നമ്മളിപ്പം ഹസാർഡ് ലൈറ്റ്സ് ഇട്ടേക്കുവാണ്. സ്പെഷ്യൽ മാപ്പ് മൈ ഇന്ത്യയുടെ സിസ്റ്റം മേടിച്ച് വെച്ചിട്ടുണ്ട്, GPS-ന്റെ. 12 volt ചാർജർ ഉണ്ട്. 4-wheel ഡ്രൈവ് ആണ് വിത്ത് കീലെസ് എൻട്രി. പവർ വിൻഡോസും ഉണ്ട്. ഫുൾ AC ഉണ്ട്. 4-wheel ഡ്രൈവ് ഓഫ് റോഡിങ് യൂട്ടിലിറ്റി ടൈപ്പ് വണ്ടി ഇന്റീരിയർ കൊടുത്തെങ്കിൽ. ബട്ട് ഇതിൽ കാണുന്ന എടുത്തു പറയുന്ന പ്രത്യേകത ഈ സ്ലൈറ്റ് ക്രോമിന്റെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും. പിന്നെ ഈ ഡയൽസിന് ചുറ്റും ക്രോമിന്റെ സ്ട്രിപ്പ് ഉണ്ട്, വിച്ച് മീൻസ് ഒരു സ്ലൈറ്റ് പ്രീമിയം ടച്ച് കൊടുക്കുന്നതാണ്. ഇവിടെയുണ്ട് ക്രോം റിങ്സ്, സ്ലൈറ്റ് പ്രീമിയം ടച്ച് നൽകുന്നതാണ്. പക്ഷെ അതിൽ കൂടുതൽ വേറെ ഒന്നും പ്രീമിയം ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എവറിത്തിങ് ഈസ് ബിൽഡ് ഫോർ പർപ്പസ് ആണ് ഭയങ്കര. ആൻഡ് സ്റ്റിയറിംഗ് വീലിൽ ഒരു സ്പെഷ്യൽ ഒരു കളർ ചേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്പോർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്ക്. ഇന്റീരിയേഴ്സ് എല്ലാം ബേസിക് ആണ്, പ്രിറ്റി ബേസിക് ആണ്. ആൻഡ് സോഫ്റ്റ് ടോപ്പാണ് മേളിൽ വരുന്നത്. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഹാവിങ് എ ലുക്ക്, സീനറി ലുക്ക് നോക്കുവാണ് ത്രൂ ദ വിൻഡോ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരു ഹിൽ ടോപ്പ് അവരിങ്ങനെ കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കിയിട്ട പ്ലേ ഗ്രൗണ്ട് ആക്കിയിരിക്കുന്നത്. അതാണ് DB കോളേജ്, ശാസ്താംകോട്ട DB കോളേജ്. അത് പോലീസ് സ്റ്റേഷനാണ്. ഇത് ഈവനിങ് വാക്കിനും ഈവനിങ് റണ്ണിനൊക്കെ ഇറങ്ങിയ ആൾക്കാരാ. ഞാൻ ഇവിടുത്തെ ലേക്കിന്റെയും ഗ്രീനറിയുടെയും വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം മേളിൽ നിന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ കായലല്ലേ ശുദ്ധജലത്തിന്റെ ഏറ്റവും വലിയ കായലല്ലേ ഇത്, ശാസ്താംകോട്ട. ഇതിന്റെ ആഴം ഇതുവരെ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഇത് മലയുടെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് അല്ലേ. ഞങ്ങൾ ആ കൺഫ്യൂഷനില്ല. ഇന്ന് ഫുഡ് അവിടെ ചിലപ്പോൾ ഫുഡ് എന്തായിരിക്കും ഞങ്ങൾ ഗസ് ചെയ്യാൻ പോകണം. ഗസ്സിംഗ് കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. ആക്ച്വലി ജാക്കി ഉണ്ട്. ജാക്കി എന്തായിരിക്കും ഫുഡ് അവിടെ? സ്വീറ്റ്സ് ആയിരിക്കും. പരിപാടി തുടങ്ങുമ്പോൾ മധുരം കഴിച്ചു തുടങ്ങണമെന്നാണ് പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അവിടെ പൊറോട്ടയും ബീഫ് കറി ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു പൊറോട്ട ബീഫ് കറി എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫ്രൈഡ് റൈസ് ആയിരിക്കാന്നാണ്. ഫ്രൈഡ് റൈസ് അരണ്ടും തോന്നുന്നത്. ഉള്ളിവട എന്തായാലും കാണും. ഉള്ളിവടയും ചായ കാര്യം ഉറപ്പായിട്ടും കാണും. എന്താ കാര്യം? കമ്മ്യൂണിസ്റ്റുകാർ കട്ടൻ കാപ്പിയും ബീഡി എന്ന് പറയുന്നത് ഉള്ളിവടയും ചായ ഭയങ്കര ഇഷ്ടമാണ്. എന്തായിരിക്കും ഫുഡ്? ലഡു, ബിസ്ക്കറ്റ്, ജിലേബി, ചായ, പിന്നെ വെള്ളം കാണും. ചിപ്സ് കാണോ? ചിപ്സ് കാണത്തില്ല. മീൻവൈൽ നമുക്ക് അവിടെ പോയി നോക്കാം എന്തൊക്കെയാന്ന്. നിങ്ങൾ ഗസ്റ്റ് കൺട്രീസ് ഗസ്റ്റ് ചെയ്യുന്നത് അടിയിൽ കമന്റ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ പെണ്ണിന്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ആക്ച്വലി ഇറങ്ങി പോകണം. സ്റ്റീപ്പായിട്ടുള്ള ഇറക്കുക, കുറച്ച് ഓഫ് റോഡിങ്. ഞാൻ 4-wheel ഡ്രൈവിന്റെ ടയർ ഇട്ടിട്ടില്ല, കുഴപ്പമില്ല. ഈ ഇറങ്ങി റൈറ്റ് പോകണം. വാലില്ല എനിക്ക്. ഈ പിള്ളേരുടെ ഓടിക്കളിക്കത്തില്ലേ, അതിനു വേണ്ടി വളർത്തുന്നു. കിച്ചു ഇപ്പൊ നടന്നു വരുന്നു. പെണ്ണും ചെറുക്കുന്ന ബാക്കിൽ നടന്നു വരുന്നത്. ഞാൻ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ, ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് ഞാൻ.
അവർ നടന്നു വരുമോ ഇതിൽ ആക്ച്വലി എനിക്കൊരു നല്ലൊരു ഷോട്ട് കിട്ടണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അവിടെ പ്രവീത് സെൽഫിയൊക്കെ എടുക്കുന്നത്. പ്രവീത് ഈ ഓണത്തിനിടയ്ക്ക് പുട്ടച്ചോട് നടന്നത് എന്തിനാണെന്ന് അറിയില്ല. പ്രവചന മത്സരത്തിൻ്റെ റിസൾട്ട് ആക്ച്വലി ആരും ജയിച്ചില്ല. പൊറോട്ടയും ചിക്കനുമായിരുന്നു. ഉള്ളിവട എന്തായാലും കാണും, ഉള്ളിവട എന്തായാലും കാണും. പരിപാടി തുടങ്ങുമ്പോൾ മധുരം കഴിച്ചു തുടങ്ങണമെന്നാണ് പൂർവികമര പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഫ്രൈഡ് റൈസ് ആയിരിക്കാന്നാണ്. ഫ്രൈഡ് റൈസ്, ലഡു, ബിസ്ക്കറ്റ്, ജിലേബി, ചായ, ചായ, പിന്നെ വെള്ളം കാണും. ചിപ്സ് കാണുമോ? ചിപ്സ് കാണത്തില്ല.